എറശ്ശേരി പള്ളിയാലിൽ കുടുംബസംഗമം ആനമങ്ങാട് പാറൽ അല്ലൈൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. കുടുംബസംഗമത്തിൽ എറശ്ശേരി പള്ളിയാലിൽ ഫാമിലി വെൽഫെയർ കമ്മിറ്റിക്ക് രൂപം നൽകി. പാറൽ അല്ലൈൻ മാളിൽ നടന്ന എറശ്ശേരി പള്ളിയാലിൽ കുടുംബസംഗമവും മുഹമ്മദ് കുട്ടി ഫൈസി ആനമങ്ങാട് ഉദ്ഘാടനം ചെയ്തു. കുടുംബബന്ധം നിലനിർത്തുന്നതിന് ഇസ്ലാം മതം നൽകുന്ന പ്രാധാന്യം ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി ഓർമ്മിപ്പിച്ചു. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കുടുംബ ബന്ധത്തെ ചേർക്കണം, റഹിമിൽ നിങ്ങൾ ചേർക്കണം. റഹിം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം എന്നാണ്. ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു ചാടിയവരാണ് നാം ഒക്കെ. നമ്മുടെ കുടുംബ ബന്ധം സുദൃഢമാകണം, സ്നേഹബന്ധമുള്ള കുടുംബമായി മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചു, ലാ തഖാതഉ, നിങ്ങൾ കുടുംബ ബന്ധം മുറിക്കരുത്. ഇ.പി. അബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ.പി. കുഞ്ഞാണി, മുൻ പഞ്ചായത്ത് അംഗം ഇ.പി. ഫാത്തിമ, ഇ.പി. യൂസഫ്, ഇ.പി. അസൈനാർ, ഇ.പി. ഹംസ, ഇ.പി. അയ്യൂബ്, ഇ.പി. അബ്ദുള്ള, ഇ.പി. സ്വാലിഹ്, സത്താർ ആനമങ്ങാട് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എറശ്ശേരി പള്ളിയാലിൽ കുടുംബാംഗങ്ങളെ മുതിർന്ന കാരണവന്മാർ പരിചയപ്പെടുത്തി. കുടുംബസംഗമത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സംഗമത്തിൽ എറശ്ശേരി പള്ളിയാലിൽ ഫാമിലി വെൽഫെയർ കമ്മിറ്റിക്കും രൂപം നൽകി. കുടുംബത്തിൽ അവശരെ സഹായിക്കുന്നതിനും വിവാഹ ചികിത്സാ സഹായം നൽകുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കിയാണ് കമ്മിറ്റി രൂപീകരിച്ചത്. കുടുംബസംഗമത്തിൽ നിലമ്പൂർ, കരുവാരക്കുണ്ട്, വേങ്ങൂർ, ആനമങ്ങാട്, പാറൽ, കുളപ്പട, നെല്ലായ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള 1200ഓളം പേർ പങ്കെടുത്തു. ജന്മം നൽകിയവനേ, ജീവൻ നൽകിയവനേ, സ്വർഗീയ പൂങ്കാവിൽ അഭയം നൽകൂ നാളെ, ഇനിയെല്ലാം എല്ലാം നൽകുന്നോനെ, എന്റെ നാദങ്ങളെല്ലാം കേൾക്കുന്നോനെ. ജന്മം നൽകിയവനേ, ജീവൻ നൽകിയവനേ, സ്വർഗീയ പൂങ്കാവിൽ അഭയം നൽകൂ നാളെ, ഇനിയെല്ലാം എല്ലാം നൽകുന്നോനെ, എന്റെ നാദങ്ങളെല്ലാം കേൾക്കുന്നോനെ. സ്നേഹം വിരിഞ്ഞാൽ